എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് അത്രയൊന്നും വ്യക്തമല്ലാത്ത, ഉറപ്പില്ലാത്ത ഒരു സംഗതിയുടെ പേരിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് എന്നുള്ളൊരു സംഗതി മാത്രമാണ് ഇതിന്റെ പുറകിലുള്ളത്. മമ്മൂട്ടി 1985 ഒരു ആരാധകന് എഴുതിയ കത്ത് എന്ന രീതിയിലാണ് ഈ ഒരു കത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്നു കളിക്കുന്നത്. തുടക്കത്തിൽ തന്നെ മമ്മൂട്ടി സുറുമ കൊച്ചിൻ 682-020 എന്നൊരു മേൽവിലാസം മേലെ കാണാനുണ്ട്. അതിന്റെ താഴത്ത് ഇങ്ങനെയാണ് മമ്മൂക്കയുടെ ഒരു ഫോട്ടോയുണ്ട്, സൈഡ് തിരിഞ്ഞിരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയുണ്ട്. പ്രിയ സഹോദര, ഇത് മമ്മൂട്ടിയുടെ എഴുത്താണോ, മമ്മൂട്ടിയുടെ കൈപ്പടയാണോ എന്നൊന്നും എനിക്ക് ഒരു പിടുത്തവുമില്ല. പക്ഷേ ഇത് രസമുണ്ട്. ഇനി ഇത് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്താണെങ്കിൽ ഐ ആം സോ സോറി കേട്ടോ. ആയന്തരം സോറി പറയുന്നു. ഇതൊരു ആവശ്യമില്ലാത്ത വീഡിയോ എന്ന് പലർക്കും തോന്നുകയും ചെയ്തേക്കാം. പക്ഷെ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ, ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഇത് എഴുതിയത് ഈ ഒരു കത്ത് കിട്ടിയ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ അവരൊന്ന് ഇതിന് താഴെ വരുമെന്നും അവരെ ഒന്ന് ലൈനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാമെന്നുള്ള ഒരു തോന്നലിന്റെ ഭാഗമായിട്ടായിരുന്നു ഇങ്ങനത്തെ കത്തുകളൊക്കെ അന്ന് എഴുതിയിട്ടുണ്ട്. മോഹൻലാൽ എഴുതിയിട്ടുണ്ട്. അന്നത്തെ ഒട്ടുമിക്ക നടന്മാർ ഇങ്ങനത്തെ കത്തുകളൊക്കെ എഴുതിയിരുന്നു. ആ കത്ത് കിട്ടിയ ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ആ കത്ത് കിട്ടിയ ആളുകൾക്ക് ഈ ഒരൊറ്റ കത്ത് മാത്രമാണ് കിട്ടിയത്. ഇതിൽ കൂടുതൽ കത്തുകൾ ഇതിലും കിട്ടിയിട്ടുണ്ടോ, എന്തായിരുന്നു അവർ തമ്മിലുള്ള അവർ എഴുത്തിൽ അവർ പങ്കുവെച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അതൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് കിട്ടിയത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. നോക്കിക്കോളൂ, കത്ത് കിട്ടി. ജോലി തിരക്ക് മൂലം മറുപടി അയക്കുവാൻ അല്പം താമസിച്ചു പോയി, ക്ഷമിക്കുമല്ലോ. എൻ്റെ ചിത്രങ്ങളെല്ലാം കാണാറുണ്ട് ഇല്ലേ? നിങ്ങളെപ്പോലുള്ള അവരുടെ സ്നേഹവാത്സ്യങ്ങളാണ് എൻ്റെ പ്രചോദനം. ഈയിടെ റിലീസാകാൻ പോകുന്ന പ്രകാശ് മൂവി ടോണിൻ്റെ ഉപഹാരം എന്ന ചിത്രത്തിലെ എൻ്റെ ഒരു സ്റ്റിൽ ഇതോടൊപ്പം അയക്കുന്നു. ആ സിനിമ കണ്ട ശേഷം അഭിപ്രായം എഴുതി അറിയിക്കുമല്ലോ. കൂട്ടുകാരെല്ലാം ഞാൻ പ്രത്യേകം അന്വേഷിച്ചെന്ന് പറയണം. സ്നേഹപൂർവ്വം നിങ്ങളുടെ മമ്മൂട്ടിയുടെ ഒപ്പൊക്കെ ഏകദേശം അതേപോലെ തന്നെയാണ്. 14/10/85 ഒരു 10-ാം മാസത്തിൽ 14-ാം തീയതിയാണ് ഈ ഒരു കത്ത് ഒരു ആരാധകന് വേണ്ടി അദ്ദേഹം എഴുതുന്നത്. പക്ഷേ ഈ എഴുത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സിനിമ കണ്ട ശേഷം അഭിപ്രായം എഴുതി അറിയിക്കുമല്ലോ. അപ്പൊ കൃത്യമായിട്ടും മമ്മൂട്ടിക്ക് നിരന്തരം കത്തെഴുതുന്ന ഏതോ ഒരു മനുഷ്യന്റെ കത്താണ്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ ഇപ്പോഴും 85 എന്ന ആ ഒരു കാലഘട്ടത്തിൽ ആ മനുഷ്യൻ ഇപ്പോഴും ഉണ്ടെന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അത് ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഭാഗമാണ്. ഇപ്പോഴും ഉണ്ടായിരിക്കാം, മേ ബി, എനിക്കറിയില്ല കേട്ടോ. മനുഷ്യ ജീവിതമല്ലേ. ഇപ്പോഴുണ്ടെങ്കിൽ അത് ആരെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ കത്ത് യാഥാർത്ഥ്യമാണെങ്കിൽ അങ്ങനെ ആവട്ടെ, ഫേക്ക് ആണെങ്കിൽ ഇതിന് താഴത്ത് ഫേക്ക് എന്ന് എഴുതിയിരിക്കണം. ഇതൊരു അനാവശ്യ വീഡിയോ ആയിരിക്കും. ഫേക്ക് ആണെങ്കിൽ ഐ ആം സോ സോറി മൈ ഡിയർ ഫ്രണ്ട്സ്. പക്ഷേ ഫേക്ക് അല്ല എങ്കിൽ ഇത് ആർക്ക് എപ്പോഴയച്ചു, ആർക്കാണ് കിട്ടിയത്, അവരെവിടെ, ആരെങ്കിലും ഉണ്ടോ? അറിയിക്കുക. ബൈ.